മനുഷ്യൻ സമാധാനം. നമസ്കാരം. രാവിലെയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ നല്ല ഒരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. ഇന്ന് ഒരുപാട് വാർത്തകൾ സംഭവിക്കാനിരിക്കുന്ന ഒരു ദിവസമാണ്. തലസ്ഥാനവാസികളൊക്കെ ആറ്റുകാൽ പൊങ്കാലയുടെ ക്ഷീണത്തിലാണ്. തലസ്ഥാനവാസികൾ മാത്രമല്ല, മറ്റ് ജില്ലകളിൽ നിന്നും നിരവധി ആളുകൾ, ഇന്നലെ ലക്ഷോപലക്ഷം ജനങ്ങളാണ് പൊങ്കാലയിട്ട് മടങ്ങിയത്. അവരൊക്കെ നാട്ടിലെത്തി. ഇന്നൊരു പക്ഷേ വിശ്രമത്തിലൊക്കെ ആയിരിക്കും. കാരണം വലിയ വെയിലും ചൂടുമൊക്കെ ആയിരുന്നു. അതൊക്കെ സഹിച്ചാണ് ദേവിക്ക് പൊങ്കാലയിട്ട് പലരും മടങ്ങിയത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി നഗരം ശുചിത്വം അതിൻ്റെ പൂർണ്ണമായും ശുചിയാക്കി. അതിനുള്ള വലിയ എഫേർട്ട് തൊഴിലാളികളുടെ ഭാഗത്ത്, നഗരസഭയുമായി ബന്ധപ്പെട്ട തൊഴിലാളികളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ ഉത്സവങ്ങളുടെ ദിവസമാണ്. ഒരുപാട് ഉത്സവങ്ങൾ കൂടി കേരളത്തിലുടനീളം നടക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. മറ്റൊന്ന്, ശബരിമലയിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ക്രമീകരണം. അതായത് ഇന്ന് മുതൽ ഫ്ലൈ ഓവർ ഒഴിവാക്കി പ്രവേശിക്കാവുന്ന തരത്തിലൊരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ ഭക്തർക്ക് ദർശനം നൽകുക എന്നതാണ് ദേവസ്വം ബോർഡിൻ്റെ ലക്ഷ്യം. അത് എത്രത്തോളം വിജയിക്കും എന്നുള്ളത് നമ്മൾ കാണേണ്ടി വരും. മറ്റൊന്ന്, CPM-ൻ്റെ സംസ്ഥാന സമിതി, പുതുതായി രൂപീകരിച്ച സംസ്ഥാന സമിതി അംഗങ്ങളുടെ യോഗം ഇന്ന് ചേരുന്നുണ്ട്. പത്മകുമാറിനെതിരായ നടപടിയൊക്കെ ഒരുപക്ഷെ ഇതിൽ ചർച്ചയായേക്കാം എന്നാണ് വിവരം. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. ഇന്നലെ സച്ചിൻ തെണ്ടുൽക്കറുടെ പഴയകാലത്തെ ഓർമ്മിപ്പിക്കുന്ന മാസ്മരിക പ്രകടനമൊക്കെ നമ്മൾ കണ്ടതാണ് വെറ്ററൻസ് ടൂർണമെൻറ്റിലും മറ്റും. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. അത് നമുക്ക് നാട്ടിലെന്തുണ്ട് അതിലേക്ക് ഒന്ന് പോകാം. നാട്ടിലെന്തുണ്ട്? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മീനമാസ പൂജയ്ക്കായി ദർശന ക്രമീകരണത്തിൽ പുതിയ പരിഷ്കാരങ്ങളോടെ ശബരിമല നട ഇന്ന് തുറക്കുകയാണ്. 18-ാം പടി കയറിയെത്തുന്ന ഭക്തർക്ക് ഫ്ലൈ ഓവർ ഒഴിവാക്കി നേരിട്ട് ദർശനം നടത്താവുന്ന രീതിയാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്നത്. ഇന്ന് വൈകിട്ട് 5-നാണ് നട തുറക്കുക. ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവെക്കുക. ശശിനാരായണൻ, ഇത് ഈ ഫ്ലൈ ഓവർ ഒഴിവാക്കുക അല്ലേ? അപ്പോൾ ഇപ്പോൾ മിനിറ്റിൽ അല്ലെങ്കിൽ മണിക്കൂറിൽ കയറുന്ന ഭക്തരുടെ ഒരെണ്ണമുണ്ട്. അതനുസരിച്ചാണ് താഴെ നിന്നൊക്കെ ആളുകളെ കയറ്റി വിടുന്നത് മറ്റും വലിയ തിരക്കൊക്കെ വരുമ്പോൾ. അതിലൊരു വ്യത്യാസം ഉണ്ടാക്കാമെന്നാണോ? എന്താണ് ഈ പരിഷ്കാരത്തിലൂടെ ദേവസ്വം ബോർഡ് ഉദ്ദേശിക്കുന്നത്? രഞ്ജിത്ത്, അത് തന്നെയാണ് മെയിനായിട്ടുള്ളത്. പ്രധാനമായും ഈ 18-ാം പടി കയറി വരുന്ന ഭക്തർ ഫ്ലൈ ഓവർ വഴി ചുറ്റി തിരിഞ്ഞ് ശ്രീകോവിലിന് മുന്നിൽ എത്തുമ്പോൾ ഒരു തിക്കും തിരക്കും ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അത് ഒഴിവാക്കി ഒപ്പം സമയം കൂടുതൽ അയ്യപ്പന്മാർക്ക് കൂടുതൽ സമയം, ദർശന സമയം കിട്ടുക എന്ന ഒരു കാര്യം കൂടി ഇതിനുണ്ട്. അതുകൊണ്ടാണ് ഒരു പുതിയ സംവിധാനത്തിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നത്. ദേവസ്വം ബോർഡ് ആലോചിച്ച് ഉള്ളൊരു തീരുമാനമാണ്. അത് 18-ാം പടി കയറിയതിനു ശേഷം നേരെ കൊടിമരത്തിന്റെ അവിടെ തന്നെ നേരിട്ട് തന്നെ ബലിക്കൽ പുര വഴി ശ്രീകോവിലിന് മുന്നിലെത്തുന്ന രീതിയാണ് ഈ സംവിധാനം. അതിൽ അങ്ങനെ ശ്രീകോവിലിന് മുന്നിലെത്തി തൊഴുന്ന സംവിധാനമാണ്. അങ്ങനെ ദർശനം നടത്തുമ്പോൾ ഏകദേശം 10 മുതൽ 20 സെക്കൻഡ് വരെ ഭക്തർക്ക് ദർശന സമയം കിട്ടും. സുഗമമായി ദർശനം നടത്തിയതിനു ശേഷം മാളികപ്പുറം വഴി ഭക്തർക്ക് പുറത്തേക്ക് പോകാനും കഴിയും. അങ്ങനെ ഒരു ക്രമീകരണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഫ്ലൈ ഓവർ വഴി കൊടിമരത്തിൽ 18-ാം പടി കയറിയ ശേഷം കൊടിമരത്തിൽ നിന്ന് ഇടതുവശത്തോടു കൂടി ഫ്ലൈ ഓവർ ചുറ്റി ഇങ്ങനെ കറങ്ങി വന്നതിന് ശേഷം ഈ ദർശന സമയം കിട്ടുന്ന 2 മുതൽ 5 സെക്കൻഡ് വരെ മാത്രമാണ്. പെട്ടെന്ന് തന്നെ ഈ വിഗ്രഹം ഒന്ന് കാണാനോ ഒന്ന് തൊഴാനോ പോലും ഭക്തർക്ക് ലഭിക്കാതെ വരും. അതുകൊണ്ടാണ് ഈ 18-ാം പടി കയറി നേരിട്ടെത്തുക. കൊടിമരത്തിന്റെ ഇടതുവശത്തിന്റെ 2 സൈഡിലേക്കും ബലിക്കൽ പുര അത് നേരിട്ട് ശ്രീകോവിലിന് മുന്നിലെത്തുന്ന സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. അതിന് പ്രത്യേക പ്ലാറ്റ്ഫോമും അതിന്റെ ബാരിക്കേഡുകളൊക്കെ ഇപ്പം സന്നിധാനത്ത് സ്ഥാപിച്ചു കഴിഞ്ഞു. ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുകയാണ്. വരും നാളുകളിൽ, അതായത് സീസൺ സമയം മുതൽ ഇത്തരം കാര്യങ്ങൾ ഇത് വിജയിച്ചാൽ നടപ്പിലാക്കാനാണ് ദേവസ്വം ബോർഡ് തീരുമാനം. അങ്ങനെ വന്നാൽ ഭക്തരുടെ തിരക്ക് ഒഴിവാക്കാൻ കഴിയും. ഒപ്പം അവർക്ക് കൂടുതൽ ദർശന സമയം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച 10 മുതൽ 20 സെക്കൻഡ് വരെ ഒരു ഭക്തന് ശ്രീകോവിലിന് മുന്നിൽ തൊഴാനുള്ള സമയം കിട്ടുമെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. നേരത്തെ ഉള്ളത് നമ്മൾ 2 സെക്കൻഡ് മുതൽ 5 സെക്കൻഡ് വരെയാണ് സമയം കിട്ടുക. അത് അത്രയും നേരം ഫ്ലൈ ഓവർ ക്യൂ നിന്നതിന് ശേഷം ഈ ശ്രീകോവിലിന് മുന്നിൽ വരുമ്പം ഒന്ന് കാണാൻ പോലും പറ്റാത്ത അയ്യപ്പന്മാരുണ്ട്. അത് ഒഴിവാക്കിക്കൊണ്ട് കൂടുതൽ സമയം ദർശനം കിട്ടുന്നതിന് വേണ്ടിയും ഒപ്പം തിരക്ക് കുറച്ച് വലിയ തിക്കും തിരക്കുമില്ലാതെ തന്നെ സോപാനത്തിന്റെ മുന്നിൽ കൂടെ പോകാനും അതുവഴി മാളികപ്പുറത്തേക്ക് പോകുന്ന ക്രമീകരണമാണ് ചെയ്യുന്നത്. അതിനുവേണ്ടിയുള്ള പ്ലാറ്റ്ഫോമും ഈ ബാരിക്കേഡും ഒക്കെ ദേവസ്വം ബോർഡ് സജ്ജമാക്കി കഴിഞ്ഞു. ഇത് പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇന്ന് നട തുറക്കുന്ന വൈകിട്ട് നട തുറക്കുന്ന സമയം മുതൽ ആരംഭിക്കുക. വരുന്ന സീസൺ സമയങ്ങളിലും സമാനമായ രീതിയിൽ ഇത് തന്നെ ഇത് വിജയിച്ചാൽ ഒരുപക്ഷെ ഭക്തരുടെ അഭിപ്രായങ്ങളോട് ഒക്കെ പരിഗണിച്ച് ആളുകളുടെ തൊഴാനെത്തുന്ന ഭക്തരുടെ അഭിപ്രായമൊക്കെ ഇത് നല്ലതാണോ എന്നുള്ളൊരു അഭിപ്രായം കൂടി പരിഗണിച്ചതിന് ശേഷമായിരിക്കും ഇത്
പൂർണ്ണ തോതിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനകാലത്തിൽ ഈ തിരക്ക് ഒഴിവായിക്കൊണ്ട് ദർശനം നടത്താനുള്ള സംവിധാനത്തിലേക്ക് ദേവസ്വം ബോർഡ് കടക്കുന്നത് വിജയമാകും എന്നുള്ള പ്രതീക്ഷയാണ് ദേവസ്വം ബോർഡുള്ളത്. എന്തായാലും അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. ഇന്ന് വൈകിട്ട് 5-നാണ് മീനമാസ പൂജകൾക്കായി ശബരിമല നട തുറക്കുന്നത്. രഞ്ജിത്തെ, അതാണ് സാഹചര്യം. ഏതായാലും പുതിയൊരു പരീക്ഷണത്തിലേക്ക് ദേവസ്വം ബോർഡ് കടക്കുകയാണ്. ആ പരീക്ഷണം അത് വിജയകരമായാൽ വരും തിരക്കുള്ള സമയങ്ങളിലും ഇനിയും നട തുറക്കുന്ന വളരെ പ്രധാനപ്പെട്ട സമയങ്ങളിലുമൊക്കെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ശബരിമലയിൽ ഉണ്ടാകും എന്ന് വേണം മനസ്സിലാക്കാൻ. കൂടുതൽ ഭക്തർക്ക് നമുക്കറിയാം, നല്ലൊരു മണ്ഡലകാലമായിരുന്നു. യാതൊരു പരാതിയോ പരിഭവങ്ങളോ ഒന്നുമില്ലാതെ പുതിയ ദേവസ്വം ഭരണസമിതിക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ച പശ്ചാത്തലമുണ്ട്. സ്വാഭാവികമായി മാത്രത്തിൽ തന്നെ ഇനിയും കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കാം. ശശിനാരായണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്ത, റമദാൻ കാലമാണ്. ഇതിൽ റമദാൻ വിഭവങ്ങളുടെ വിൽപ്പന തകർക്കുന്ന കോഴിക്കോട്ടെ തെരുവോരങ്ങളിലേക്ക് നമുക്കൊന്ന് പോകണം. നോമ്പ് തുറക്കാനുള്ള തരിക്കഞ്ഞിയും പഴങ്ങളും വിഭവങ്ങളുമെല്ലാം തെരുവോരങ്ങളിലും ഷോപ്പിംഗ് മാളുകളിലും യഥേഷ്ടം ലഭ്യമാണ്. ആ കാഴ്ചകളിലേക്ക് ഒന്ന് പോകാം. ഉന്നക്കായ, സമൂസ, ചട്ടിപ്പത്തിരി, മസാല ചട്ടിപ്പത്തിരി, കായ്പോള, ബ്രെഡ് പോക്കറ്റ് എന്നിങ്ങനെ വിവിധ വിഭവങ്ങളാണ് തയ്യാറാക്കുന്നത്. കുറ്റിച്ചിറ, ഫ്രാൻസിസ് റോഡ് മേഖലകളിലെ തെരുവോരങ്ങളിൽ വിഭവങ്ങൾ വിൽപ്പനയ്ക്കുണ്ട്. ഇവിടുത്തെ വീടുകളിൽ തയ്യാറാക്കുന്ന വിഭവങ്ങളാണ് വഴിയോരത്ത് വിൽപ്പനയ്ക്കെത്തുന്നത്. രാവിലെ 7 മുതൽ വിഭവങ്ങൾ തയ്യാറാക്കി തുടങ്ങും. ചൂടോടെ നൽകേണ്ടവ വൈകിട്ടേ പാകം ചെയ്യൂ. 3 മണി മുതൽ കടകളിലും താൽക്കാലികമായ കടകളിലും വിഭവങ്ങൾ ലഭ്യമാകും. 8 മണി വരെ കടകൾ തുറന്നിരിക്കും. എങ്കിലും നോമ്പ് തുറയ്ക്ക് മുമ്പ് തന്നെ എല്ലാം വിറ്റുതീരും. 4 മണിയാകുമ്പോൾ ഷോപ്പ് ഓപ്പൺ ചെയ്യും. അത്യാവശ്യം നല്ല ക്രൗഡ് വരലുണ്ട്. നമുക്ക് ഒരു 6 മണി 6:30 ഒക്കെ ആകുമ്പോഴത്തേന് നമ്മൾ ക്ലോസിംഗ് ആവും. പിന്നെ സ്നാക്സ് നമ്മൾ കൗണ്ടറിലോട്ട് കയറ്റും. പിന്നെ രാത്രി നമ്മൾ ചായ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കിയിട്ട് പരിപാടി വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഒരു 30-നടുത്ത് വിഭവങ്ങൾ ഡെയിലി വരലുണ്ട്. ഇപ്പോൾ നിലവിലുള്ളത് കട്ട്ലേറ്റ് ഉണ്ട്, കുനാഫ, പിന്നെ ബാവുബണ്ണ് അറിയും അതാണ്, പിന്നെ ഉന്നക്കായ ഉണ്ട്, പിന്നെ കിളിക്കൂടുണ്ട്, മസാല ചട്ടിപ്പത്തിരി ഉണ്ട്, ചട്ടിപ്പത്തിരി ഉണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ പോണത് മസാല ചട്ടിപ്പത്തിരി, സമൂസ, കട്ട്ലേറ്റ് ഒക്കെയാണ് കൂടുതൽ സെയിലാവുന്നത്. 7 രൂപയുടെ വെജിറ്റബിൾ സമൂസ മുതൽ 100 രൂപയുടെ പള്ളിക്കറി, നെയ്ച്ചോർ, ബിരിയാണി വരെ ലഭ്യമാണ്. വിവിധ മാളുകളിലും നോമ്പുതുറ വിഭവങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവിടങ്ങളിൽ തന്നെ നോമ്പു തുറക്കാനും സൗകര്യമുണ്ട്. യാത്ര ചെയ്യുന്നവർക്കും സമയത്ത് തന്നെ നോമ്പ് തുറക്കാൻ സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. കോഴിക്കോട് മിഠായി തെരുവിൽ സംഘടിപ്പിച്ച സമൂഹ നോമ്പുതുറ ശ്രദ്ധേയമായി. SM സ്ട്രീറ്റിലെയും മൊയ്തീൻ പള്ളി റോഡിലെയും വ്യാപാരികളും ചുമട്ടുതൊഴിലാളികളും ചേർന്നാണ് നോമ്പുതുറ സംഘടിപ്പിച്ചത്. കഴിഞ്ഞ വർഷം നടത്തിയ സമൂഹ നോമ്പുതുറ കുറെ കൂടി വിപുലമായി ഈ വർഷം നടത്താൻ മിഠായി തെരുവിലെ വ്യാപാരികൾ തീരുമാനിക്കുകയായിരുന്നു. ഇവിടുത്തെ ഉന്തുവണ്ടി വ്യാപാരികളും ചുമട്ടുതൊഴിലാളികളും സംഘാടനത്തിൽ കൈകോർത്തു. നമ്മളൊരു സ്നേഹത്തിന്റെ ഒരു കൂട്ടായ്മയായിട്ടാണ്, മാതൃകയായിട്ടാണ് SM സ്ട്രീറ്റ് കാണിച്ചു കൊടുക്കുന്നത്. എല്ലാവരെയും കൂട്ടുപിടിക്കുക എന്നുള്ളതാണ്. നമ്മളെ ബിസിനസ്സുകാരായി, തെരുവച്ചവടക്കാരായി, എല്ലാ മതക്കാരും കൂട്ടുപിടിച്ചിട്ട് ഒരു വലിയൊരു നോമ്പുറ നടത്താമെന്ന്. ഈ തല മുതൽ ആ തല വരെ NP റോഡ്, ലാൻഡ് ബിൽഡിംഗ് എല്ലാ സ്ഥലത്തും ഉണ്ട്. തെരുവച്ചവടക്കാർ, തൊഴിലാളികൾ, പോട്ടർമാർ, നമ്മളെ ജീവനക്കാർ എല്ലാവരും ഒരു കൂട്ടായ്മയാണിത്. ഈ ഒരു കൂട്ടായ്മയുടെ വിജയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പൊതുസമൂഹത്തിൽ ഇറങ്ങിക്കഴിഞ്ഞ് എല്ലാ വർഷവും ഇനി എപ്പോഴാണ് മിഠായിൽ നോമ്പുതുറ എന്നാണ് ആളുകൾ കാതോർത്തിരിക്കുന്നത്. അത് തുടർന്ന് അങ്ങോട്ട് എല്ലാവരും സഹകരണം നടത്തണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. നോമ്പുതുറ എന്ന് പറഞ്ഞാൽ എല്ലാ സമുദായവും ഒന്നിച്ചിട്ട് ആഘോഷിച്ച് ജാതി മത ഭേദം തന്നെ സംഗതി മുസ്ലിങ്ങളാണെങ്കിലും അത് അങ്ങനെ വേർതിരിവില്ലാതെ ഒരു കൂട്ടായ്മയായിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഇത് വ്യാപാരികളുണ്ട്, വഴിയോര കച്ചവടക്കാരുണ്ട്, എല്ലാ ആളുകളും ഇതിലുണ്ട്. അപ്പോൾ ഇതിന് എല്ലാവിധ ആശംസ നേരാണ്. 12 പേർക്ക് ഇരിക്കാവുന്ന 240 മേശകളാണ് ഇഫ്താറിന് ഒരുക്കിയത്. മിഠായി തെരുവിലും MP റോഡിലും മേശകളും കസേരകളും നിരന്നു. മലബാറിൽ തയ്യാറാക്കുന്ന വിശേഷ വിഭവങ്ങളെല്ലാം നോമ്പുതുറയ്ക്ക് ഉണ്ടായിരുന്നു. ഈ കോഴിക്കോടിനും അതൊരു കോഴിക്കോടിന്റെ മനുഷ്യരൊരു സ്വഭാവം കാണിക്കുന്ന രീതിയാണ്. കാരണം കോഴിക്കോടിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിഥികളെ സ്വീകരിക്കാനുള്ള വലിയൊരു മനസ്സാണ്.
അതൊരു വേറൊരു ജില്ലക്കില്ല. അപ്പൊ ഈ കോഴിക്കോട് മിഠായിത്തെരുവ് എന്ന് പറഞ്ഞാൽ ഏത് നാട്ടിൽ നിന്ന് വന്നാലും കോഴിക്കോട് മിഠായിത്തെരുവിൽ കാല് കുത്താതെ ഒരു മനുഷ്യനും ഈ കോഴിക്കോട് വിട്ടുപോകില്ല. ആ മനുഷ്യരെ നമുക്ക് സ്നേഹിക്കാൻ കിട്ടുന്ന ഒരു വലിയ അവസരമാണ്. അതിൽ ജാതിയില്ല, മതമില്ല, ദേശമില്ല, നിറമില്ല, ഒന്നും പാർട്ടി വരെ ഇല്ല. അതുകൊണ്ട് ഇവിടെ തൊഴിലാളികളും വ്യാപാരികളും വഴിയോര കച്ചവടക്കാരും ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ നോമ്പ് എന്ന് പറഞ്ഞാൽ ഇത്ര ഭംഗിയായിട്ട് നടത്താനാണ് നമ്മൾ പ്ലാൻ ഇട്ടത്. അതുപോലെ ഭംഗിയായിട്ടുണ്ട്. നമ്മളെ നോമ്പ് തന്നെ റംസാൻ മാസത്തിലുള്ള നോമ്പാണ്. ആ നോമ്പ് പുണ്യ സമയത്തുള്ള നോമ്പാണ്. അത് നല്ല ഐക്യത്തോടു കൂടിയ ഇവിടെയുള്ള കച്ചവടക്കാർ, വ്യാപാരികൾ, പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകൾ, ഇവിടുത്തെ പോട്ടർമാർ എല്ലാവരും കൂടിയുള്ള കൂട്ടായ്മയാണ്. പിന്നെ ഇവിടെ വരുന്ന കസ്റ്റമർക്കും ഇതേപോലുള്ള സ്ട്രീറ്റ് എവിടെയും ഉണ്ടാവില്ല. ഡൽഹിയിൽ പോലും ഇതേമാതിരി ഉണ്ടാവില്ല. ഇവിടെ ആയിരിക്കും ആദ്യമായിട്ട് ഉണ്ടാവുക. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ 2ാമത്തെ കൊല്ലാണ്. ഇത് ഇനിയും നല്ലോണമായിട്ട് മുന്നോട്ട് പോകണമെന്ന് വിചാരിക്കുന്നു. വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട 3000-ലേറെ പേരാണ് നോമ്പുതുറയിൽ പങ്കെടുത്തത്. ന്യൂസ് 18 കോഴിക്കോട്. കോഴിക്കോട് അതുപോലെ തന്നെ കോഴിക്കോട്ട് വലിയ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒക്കെ സന്ദേശമാണ് ഈ നോമ്പുതുറയുമായി ബന്ധപ്പെട്ട് നൽകുന്നത്. ഒപ്പം കാസർഗോഡേക്ക് പോയാൽ നമുക്കറിയാം അവിടെ ഒരുപാട് ആചാരങ്ങളും ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും ഏറെ ഉള്ളൊരു പ്രദേശമാണ്. അവിടെ ഭക്തസഹസ്രങ്ങൾക്ക് ദർശന സായുജ്യം പകർന്ന് കാസർഗോഡ് തൃക്കരിപ്പൂർ ശ്രീരാമവില്യം കഴകത്തിൽ ദേവിമാരുടെ തിരുമുടി നിവർന്നു. 42 തിരുമുടിയേന്തിയാണ് പടക്കത്തി ഭഗവതിയും ആര്യക്കര ഭഗവതിയും അരങ്ങിലെത്തിയത്. പെരുങ്കളിയാട്ട സമാപന ദിവസം ഉപദേവതമാർ അരങ്ങുവാണ് അണിയറയിലേക്ക് മടങ്ങിയതോടെയാണ് പ്രധാന ദേവതമാരുടെ പുറപ്പാടിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചത്. തുടർന്ന് മണക്കാട്ട് തറവാട്ട് നിന്നും ഭഗവതിക്കുള്ള കലശം ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചു. പിന്നാലെ ആകാശത്ത് വട്ടമിട്ട് പറന്ന കൃഷ്ണപ്പരുന്തുകളെയും 25 പ്രാർത്ഥനകളുമായി കൈകൂപ്പി നിന്ന ഭക്തസഹസ്രങ്ങളെയും സാക്ഷിയാക്കി പടക്കത്തി ഭഗവതിയുടെ തിരുമുടി നിവർന്നു. 42 തിരുമുടി അണിഞ്ഞ് ക്ഷേത്രനടയിലേക്ക് പാഞ്ഞെടുത്ത് ഐതിഹ്യപ്രകാരമുള്ള 18 ആയുധങ്ങളുമെടുത്ത് കലാശം ചവിട്ടി. ശേഷം മംഗലക്കുഞ്ഞുങ്ങൾക്കൊപ്പം 3 തവണ ക്ഷേത്രം വലം വെച്ചു. പടക്കത്തി ഭഗവതിയുടെ ചടങ്ങുകൾ പൂർത്തിയായ ശേഷമാണ് ആര്യക്കര ഭഗവതിയുടെ പുറപ്പാട് നടന്നത്. പതിഞ്ഞ താളത്തിൽ തോറ്റംപാട്ടിന്റെ പശ്ചാത്തലത്തിൽ ആര്യക്കര ഭഗവതിയുടെ 42 അടി മുടിയും രാമവില്യത്തിന്റെ ആകാശത്തേക്ക് ഉയർന്നു. ചെണ്ടയുടെ രൗദ്രതാളത്തിൽ 3 തവണ ക്ഷേത്രം വലം വെച്ചതോടെ ഇരു ദേവതമാരും ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. നാടിന്റെ നാനാഭാഗത്തു നിന്നായി 10,000-ങ്ങളാണ് തിരുമുടി ദർശനത്തിനായി രാമവില്ലത്തേക്ക് എത്തിയത്. 8 ദിനങ്ങളിലായി നടന്ന പെരുങ്കളിയാട്ടത്തിൽ 100ഓളം തെയ്യങ്ങളാണ് അരങ്ങിലെത്തിയത്. രാത്രി വൈകി ദേവതമാരുടെ തിരുമുടി താഴ്ന്നതോടെ 25 ആണ്ടിന് ശേഷം നടന്ന പെരുങ്കളിയാട്ടത്തിനും സമാപനമായി. ന്യൂസ് 18 തൃക്കരിപ്പൂർ. ഏത് നിമിഷവും കുടിയൊഴിക്കപ്പെടുമെന്ന ഭീതിയിൽ കഴിയുകയാണ് പെരുമ്പാവൂർ, വാഴക്കുളം, നടക്കാവ്, പാരിയത്തുകാവ് നഗറിലെ 8 ദലിത് കുടുംബങ്ങൾ. സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവുമായി എത്തിയ അഭിഭാഷക കമ്മീഷൻ പലതവണയായി പ്രതിഷേധം മൂലം മടങ്ങുന്നു. ഉത്തരവിനെതിരെ നൽകിയിട്ടുള്ള റിവ്യൂ ഹർജിയാണ് ഇവരുടെ അവസാനത്തെ പ്രതീക്ഷ. എല്ലാവരുടെ വാക്കുകളിലും നിറയുന്നത് ഒരേ വികാരമാണ്. നാളുകളായി സമാധാനമായി ഉറങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി താമസിക്കുന്ന വീട്ടിൽ നിന്നും ഒരു സുപ്രഭാതത്തിൽ ഒഴിയാൻ കഴിയില്ല. കുടിയൊഴിപ്പിക്കാനുള്ള ശ്രമം 11 തവണ പരാജയപ്പെട്ടു. കുടുംബങ്ങൾക്കൊപ്പം ആദ്യം പല സംഘടനകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ CPM ആണ് നേരിട്ട് നേതൃത്വം നൽകുന്നത്. കഴിഞ്ഞ തവണ സ്ഥലം MLA PV ശ്രീനിജന്റെ നേതൃത്വത്തിലായിരുന്നു കമ്മീഷനെ തടഞ്ഞത്. നിയമ നടപടികൾ തുടരുകയാണെന്നും ഈ ഘട്ടത്തിൽ സ്ഥലം ഒഴിപ്പിക്കാൻ കഴിയില്ലെന്നും സമരസമിതി വ്യക്തമാക്കുന്നു. പരിമിതികളെ അവഗണിച്ച് സ്വന്തം കഴിവുകൾ കൊണ്ട് താരമാവുകയാണ് പത്തനംതിട്ട ഏനാത്ത് വിനേഷ് റീജ ദമ്പതികളുടെ മകൾ നന്ദന. പാട്ടിലും മിമിക്രിയിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഈ കൊച്ചുമിടുക്കി സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിലടക്കം നിരവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്.
അങ്ങു വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കരയ്ക്കുള്ളില് ചോരക്കൺമുയൽ. പാട്ടുകളിലൂടെയും മിമിക്രിയിലൂടെയും സോഷ്യൽ മീഡിയയിൽ താരമാണ് നന്ദൂട്ടി എന്ന നന്ദന. സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിലടക്കം നിരവധി പുരസ്കാരങ്ങൾ ഇതിനകം നന്ദന സ്വന്തമാക്കിയിട്ടുണ്ട്. VHSC അഗ്രികൾച്ചറൽ വിദ്യാർത്ഥിയായ നന്ദനയ്ക്ക് ഭാവിയിൽ മ്യൂസിക് ടീച്ചറാകാനാണ് ആഗ്രഹം. മകളുടെ ഏതാഗ്രഹത്തിനും ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിലും അച്ഛനും അമ്മയും ഒപ്പമുണ്ട്. 4 വയസ്സ് 5 വയസ്സ് മുതൽ അവള് ഈ പറഞ്ഞ പോലെ മൂളിപ്പാട്ടൊക്കെ പാടാൻ തുടങ്ങി. അന്നേരം മുതൽ ഞങ്ങൾ തിരിച്ചറിഞ്ഞു. അങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ മോളുടെ ഒരു കുഞ്ഞമ്മയുണ്ട്, പിന്നെ ഒരു അമ്മൂമ്മയുണ്ട്. അമ്മൂമ്മയുടെ കീഴില് അവള് കുറച്ച് നാള് പാട്ട് അഭ്യസിക്കാൻ പോയി. അങ്ങനെ ഇപ്പം എത്തി നിൽക്കുന്ന പറഞ്ഞ പുത്തൂര് ഇപ്റ്റേ എന്നും പറഞ്ഞൊരു സ്കൂളിലാണ് മോളിലിപ്പോ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാട്ടും മിമിക്രിയും ഒക്കെ നന്ദന സ്വയം പഠിച്ചെടുത്തതാണ്. നന്ദനയുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് ഇപ്പോൾ പ്രത്യേക പരിശീലനവും നൽകുന്നുണ്ട്. ശാരീരിക പരിമിതിയിൽ ഒതുങ്ങി നിൽക്കാതെ സ്വന്തം ഇഷ്ടങ്ങൾ മുറുകെ പിടിച്ച് ജീവിത വിജയം നേടാനാണ് നന്ദനയ്ക്കിഷ്ടം. ന്യൂസ് 18 പത്തനംതിട്ട. അധ്യാപക ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം കൃഷിയിൽ മികവ് തെളിയിച്ച ഒരു കോളേജ് അധ്യാപകനുണ്ട് കോഴിക്കോട് മലപ്പുറം ജില്ലകളുടെ അതിർത്തിയിലെ നായാടംപൊയിലിൽ മാത്തുണ്ണിയാണ് അധ്യാപനത്തിൽ എന്ന പോലെ കൃഷിയിലും മികവ് തെളിയിച്ചത്. മമ്പാട് MES കോളേജിൽ നിന്നും വിരമിക്കുമ്പോൾ തേയില കൃഷി ചെയ്യാനായിരുന്നു മാത്തുണ്ണിയുടെ തീരുമാനം. ഇതിനായി 5.5 ഏക്കർ ഭൂമി വാങ്ങി. സമുദ്രനിരപ്പിൽ നിന്നും 3300 അടിയോളം ഉയരമുള്ള സ്ഥലത്ത് തേയിലയേക്കാൾ മെച്ചം കാപ്പിയാണെന്ന് കണ്ടതോടെ തീരുമാനം മാറ്റി. 5 ഏക്കറിൽ കാപ്പിയും 50 പ്രകൃതി സൗഹൃദ റിസോർട്ടും നിർമ്മിച്ചു. ഇക്കുറി വിളവും കൂടി, കാപ്പിക്കുരുവിന്റെ വിലയും കൂടി. കാപ്പിക്കുരുവിന് കിലോയ്ക്ക് ഇപ്പോൾ 250 രൂപയുണ്ട്. കാപ്പിത്തോട്ടത്തിൽ നട്ട 1000-ഓളം ഓറഞ്ച് മരങ്ങൾ അടുത്ത വർഷം മുതൽ കായ്ച്ചു തുടങ്ങും. 100 വർഷത്തിലേറെ ആയുസ്സുള്ള കാപ്പിച്ചെടികൾ നീണ്ടകാലം വരുമാനം നൽകും. വന്യമൃഗശല്യം ഇല്ലാത്ത ഏക കൃഷിയാണ് ഇത്. അധ്യാപനത്തിൽ എന്ന പോലെ കൃഷിയുടെ സൂക്ഷ്മതയിലും ശ്രദ്ധയിലും മാത്തുണ്ണി വിട്ടുവീഴ്ച വരുത്തില്ല. റിട്ടയർ ചെയ്തതിന് ശേഷം എവിടെയെങ്കിലും കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണ് വിചാരിച്ചത്. അപ്പം അങ്ങനെ ആദ്യം ചെറുപ്പം മുതലേ ഈ തേയിലത്തോട്ടം കാണുമ്പോൾ അതിനോടൊരു താല്പര്യമായിരുന്നു. ഇവിടുത്തെ കാലാവസ്ഥ വെച്ചിട്ട് കാപ്പിക്ക് നല്ല അനുകൂലമാണ്. ഇപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള തോട്ടങ്ങളുണ്ട്, അവിടെയൊക്കെ നല്ല ഈൽഡാണ്. ഈ വർഷവും നല്ല ഈൽഡാണ്. പുറമേ മറ്റുള്ളിടത്തൊക്കെ അത്ര വലിയ ഈൽഡൊന്നും ഇല്ലെങ്കിലും നമുക്ക് തീരെ മോശമൊന്നുമല്ല. ഈ വർഷം അത്യാവശ്യം നല്ല ഈൽഡ് കിട്ടിയിട്ടുണ്ട്. കർഷകൻ മാത്രമല്ല, നല്ലൊരു സഞ്ചാരി കൂടിയാണ് ഈ റിട്ടയർഡ് പ്രൊഫസർ. ഇതിനകം 40 രാജ്യങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞു. കൃഷിക്കൊപ്പം തോട്ടത്തിൽ ഇക്കോ സൗഹൃദ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് 18 തിരൂർ. ഇടുക്കി മൂന്നാറിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്ക്. മൂന്നാർ കടലാർ എസ്റ്റേറ്റിൽ വൈകിട്ടോടെയാണ് കാട്ടുപോത്തിന്റെ ആക്രമണമുണ്ടായത്. തൊഴിലാളിയായ ഷൺമുഖവേൽ മേയാൻ വിട്ട പശുവിനെ നോക്കാൻ പോകുന്നതിനിടയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിന് ഇരയാവുകയായിരുന്നു. മൂന്നാർ കടലാറിലാണ് കാട്ടുപോത്തിന്റെ ആക്രമണമുണ്ടായത്. കടലാർ ഫീൽഡ് നമ്പർ 11-ലാണ് സംഭവം. രാവിലെ മേയാൻ വിട്ട പശുവിനെ നോക്കാൻ പോകുന്നതിനിടയിൽ ഷൺമുഖവേൽ കാട്ടുപോത്തിന്റെ മുന്നിൽപ്പെടുകയായിരുന്നു. കാട്ടുപോത്ത് ദൂരേക്ക് തട്ടിയെറിഞ്ഞ ശേഷം ആക്രമിച്ചു. പോത്തിന്റെ ചവിട്ടേറ്റ ഇയാളുടെ വയറിന് പരിക്കേറ്റു. ഷൺമുഖവേൽ ബഹളമുണ്ടാക്കിയതോടെ കാട്ടുപോത്ത് പിൻവാങ്ങി. തുടർന്ന് ഇയാൾ തന്റെ സഹോദരനെ ഫോണിൽ വിളിച്ച് വിവരമറിയിക്കുകയായിരുന്നു. இன்னைக்கு வந்துட்டு காலையில் ஒரு லைன்ஸில் வீட்டில் உள்ள சாதனமெல்லாம் பிரித்து போகிறதுக்கு ஃபீல்ட் ஆஃபீஸர் அனுப்பி விட்டுட்டு ரெண்டாவது மாடு லைன்ஸுக்குள்ளே மாடை பத்தணும் போகும்போது காட்டு மாடு தூக்கி இவனை கீழே போட்டு இவன் சவுண்டு போட்டு மேலே ஏறி மிதிச்சிட்டு இவனை விட்டு ஓடி போச்சு. அந்த நேரம் 3:39 மணி அளவில் எனக்கு ஃபோன் பண்ணி என்ன இடம் தெரியாமல் நானும் ஓடி தவிச்சு கடைசியில் இந்த இடத்துல தான் இருக்கேன், என்னால் நடக்க முடியலன்னு சொல்லணும். அங்கே கடை ஆட்டோ ஜீப்பு கொண்டு வந்தார். அவரை வச்சு போய் நாங்கள் தோளத்துக்கு தேடி தான் தூக்கிட்டு வந்தோம். இன்னும் அந்த நேரத்தில் எம்ஏ மட்டும் வந்தார். எம்ஏயும் ஈஸ்டில் சிவா சூப்பர்வைசர், பின்ன அந்த சின்ன கணப்பில் சரண்கிறவர். ஆனால் ஃபீல்டு ஆஃபீஸர் அந்த பக்கம் வரவே இல்லை. രഞ്ജിത്ത് ഫീൽഡ് ആഫീസർ அந்த பக்கம் வரல. തുടർന്ന് നാട്ടുകാരെത്തി ഷൺമുഖവേലിനെ മൂന്നാർ ടാറ്റ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. ന്യൂസ് 18 ഇടുക്കി. വേനൽ കനത്തോടെ വട്ടവടയിൽ കാർഷിക വിളകൾക്ക് ഉണക്ക് ബാധിച്ചു. കൂടുതൽ തടയണകളും കനാലുകളും തീർത്ത് വേനൽക്കാലത്തും ജലലഭ്യത ഉറപ്പുവരുത്തിയില്ലെങ്കിൽ വട്ടവടയുടെ കാർഷിക സമൃദ്ധി നഷ്ടമാകുമെന്ന ആശങ്ക പടരുകയാണ്.
വട്ടവടയിലെ പച്ചക്കറി കർഷകരെല്ലാം ആശങ്കയിലാണ്. വേനൽ കടുത്തതോടെ കൃഷികൾ കരിഞ്ഞു തുടങ്ങി. മണ്ണിലെ ജലാംശം നഷ്ടപ്പെട്ട് സമയബന്ധിതമായി പുതിയ കൃഷി ഇറക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് മറ്റൊരു പ്രശ്നം. കൃഷി നിലനിർത്താൻ വേനൽക്കാലത്ത് ജലസേചനത്തിനുതകുന്ന പദ്ധതികൾ വേണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. ചെക്ക് ഡാമുകൾ കുറെ ഈ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി കുറെ ചെക്ക് ഡാമുകൾ തടയണകൾ കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ വട്ടവട പഞ്ചായത്തിലെ കൃഷി എനി ടൈം കേരളത്തിൽ തന്നെ എനി ടൈം പച്ചക്കറി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ വെള്ളമില്ലാത്തത് കൊണ്ട് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ മാത്രം നല്ല കൃഷിയും ഇപ്പം കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുമാണ് വട്ടവട കർഷകർക്കുള്ളത്. പാകമായ പച്ചക്കറികൾ വിളവെടുത്ത ശേഷം പുതുതായി കൃഷി ഇറക്കുന്നതിനായുള്ള കർഷകരുടെ കാത്തിരിപ്പ് നീളുകയാണ്. തടയണകൾ ഉൾപ്പെടെ പല പദ്ധതികളും മുൻപ് പ്രഖ്യാപിച്ചെങ്കിലും ഇവയൊന്നും നടപ്പായില്ല. വേനൽക്കാലത്ത് ജലം ലഭ്യമാക്കാനുള്ള സൗകര്യമൊരുക്കിയാൽ രാജ്യത്ത് തന്നെ 12 മാസവും പച്ചക്കറി വിളയുന്ന പ്രധാന കേന്ദ്രമായി ഇടുക്കി ജില്ലയിലെ വട്ടവട ഗ്രാമത്തെ മാറ്റാനാകും. ന്യൂസ് 18 വട്ടവട. കായംകുളം ഹോമിയോ ആശുപത്രിയിലെ 2 കെട്ടിടങ്ങളും ഉപയോഗിക്കാൻ കഴിയാതായതോടെ പ്രവർത്തനം വാടക കെട്ടിടത്തിലേക്ക് മാറ്റേണ്ട അവസ്ഥയിലാണ്. നിലവിൽ OP വിഭാഗം വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. IP വിഭാഗവും ഉടൻ തന്നെ വാടക കെട്ടിടത്തിലേക്ക് മാറ്റും. മഴക്കാലത്ത് വെള്ളം കയറുന്നതാണ് ഹോമിയോ ആശുപത്രി നേരിടുന്ന പ്രധാന പ്രതിസന്ധി. സമീപത്തെ തോട്ടിൽ നിന്നാണ് ഇവിടേക്ക് വെള്ളം കയറുന്നത്. ഈർപ്പം കാരണം കെട്ടിടം ബലക്ഷയത്തിലായി. ഇതോടെ OP വാടക കെട്ടിടത്തിലേക്ക് മാറ്റി. IP വിഭാഗം കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണിക്കായി നഗരസഭയിൽ നിന്ന് 25 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കെട്ടിടത്തിന്റെ ഫിറ്റ്നസിൽ എഞ്ചിനീയറിംഗ് വിഭാഗം ആശങ്ക ഉന്നയിച്ചിരിക്കുകയാണ്. TKM എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ധ സംഘം പരിശോധന നടത്തി കെട്ടിടം സുരക്ഷിതമല്ലെന്ന് അറിയിച്ചു. അതിനാൽ മറ്റൊരു വാടക കെട്ടിടം കണ്ടെത്തിയിരിക്കുകയാണ്. ആശുപത്രിയിലെ IP, OP വിഭാഗങ്ങൾ 2 മാറുന്നതോടെ ആശുപത്രിയുടെ പ്രവർത്തനത്തെ ബാധിക്കും. ഹോമിയോ ആശുപത്രിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ലെന്ന് ഇവിടെയുള്ളവർ പറയുന്നു. കഴിഞ്ഞ 25 വർഷക്കാലമായി കായംകുളം നഗരസഭയുടെ അതിർത്തിയിൽ പ്രവർത്തിക്കുന്ന തച്ചടി പ്രഭാകരൻ സ്മാരക ഗവൺമെൻറ് ഹോമിയോ ഹോസ്പിറ്റൽ സമ്പൂർണ്ണമായി ഒരു അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. കാരണം IP ഇവിടെ പ്രവർത്തിച്ചിരുന്ന OP കെട്ടിടം ഏതാണ്ട് 6 മാസമായി തൊട്ടടുത്ത വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അവസ്ഥയാണ്. അതുപോലെ തന്നെ ബഹുമാന്യനായ മുൻ കേന്ദ്രമന്ത്രി വയലാർ രവി MP-യുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച IP കെട്ടിടം, ആ IP കെട്ടിടത്തിലാണ്ട് ഏകദേശം 25ഓളം രോഗികളായിരുന്നു കിടത്തി ചികിത്സയ്ക്ക് എത്തിക്കൊണ്ടിരുന്നത്. ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഫിസിയോതെറാപ്പിയുടെ യൂണിറ്റ് വരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് വെള്ളം കയറുന്ന ഒരു കാരണം പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് ഇത് മാറ്റിക്കൊണ്ടുപോകുന്നത്. ഹോമിയോ ആശുപത്രിയിൽ 8 ഡോക്ടർമാർ ഉൾപ്പെടെ 24 ജീവനക്കാരുണ്ട്. കിടത്തി ചികിത്സ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. അതിനാൽ 3 ജീവനക്കാരെ ആലപ്പുഴയിലേക്ക് പുനർവിന്യസിച്ചിരിക്കുകയാണ്. നിലവിൽ OP വിഭാഗം പ്രവർത്തിക്കുന്ന വാടക കെട്ടിടത്തിൽ കിടത്തി ചികിത്സയ്ക്കുള്ള സൗകര്യമില്ല. ന്യൂസ് 18 കായംകുളം. ഇടുക്കി ജില്ലയുടെ സൂപ്പർമാനായി മാറിയിരിക്കുകയാണ് ആൽബിൻ ജോർജ് തോമസ്. വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഈ ബിരുദ വിദ്യാർത്ഥി. ഇതോടെ നാട്ടിലും കോളേജിലുമെല്ലാം ആൽബിൻ ഇപ്പോൾ താരമാണ്. കരാട്ടെ മാസ്റ്റർ എന്ന പേരിലായിരുന്നു മുൻപ് ആൽബിൻ ജോർജ് തോമസ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ ഇടുക്കിയുടെ സൂപ്പർമാൻ എന്നൊരു പേര് കൂടി ലഭിച്ചിരിക്കുകയാണ്. സൂപ്പർമാൻ ക്ലാപ്പിംഗ് പുഷപ്പിൽ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയതോടെയാണ് ആൽബിൻ പുതിയ ബഹുമതിക്ക് അർഹനായത്. റെക്കോർഡിന്റെ നിയമാവലികൾ അനുസരിച്ച് 3 കിലോ ഭാരം വഹിച്ചുകൊണ്ട് 30 സെക്കൻഡ് കൊണ്ട് 51 ഫുൾ ക്ലാപ്പിംഗ് പുഷപ്പുകൾ എടുത്താണ് നേട്ടം കൈവരിച്ചത്. ഇടുക്കി പച്ചടി സ്വദേശിയായ ഈ 21കാരൻ പുളിയൻമല ക്രൈസ്റ്റ് കോളേജിൽ BCA 3ാം വർഷ വിദ്യാർത്ഥിയാണ്. അതോടൊപ്പം ഹിറ്റോറിയോ കരാട്ടയിൽ 1 പതിറ്റാണ്ടിലേറെയായി പരിശീലനവും നടത്തുന്നു. കൂടാതെ ക്രൈസ്റ്റ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് കരാട്ടെ പരിശീലനവും നൽകുന്നുണ്ട്. സഹപാഠികളും അധ്യാപകരും കോളേജ് അധികൃതരുമെല്ലാം ആൽബിന്റെ നേട്ടത്തിൽ ഏറെ അഭിമാനത്തിലാണ്. ഇവിടെ BCA തേർഡ് ഇയർ പഠിക്കുന്ന ആൽബിൻ സൂപ്പർമാൻ ക്ലാപ്പിംഗ് പുഷപ്പ് 30 സെക്കൻഡ് കൊണ്ട് 51 തവണ 3 കിലോ വെയിറ്റ് ബോഡിയിൽ വെച്ചുകൊണ്ട് ചെയ്ത് നമുക്കൊരു വേൾഡ് റെക്കോർഡ് നേടി തന്നിരിക്കുന്നു. റെക്കോർഡ് നേടിയതോടെ പുതിയ ലക്ഷ്യങ്ങളിലേക്കുള്ള ചുവടുവയ്പിലാണ് ആൽബിൻ. കരാട്ടെ മാർഷൽ ആർട്സിനോട് ബന്ധിപ്പിച്ച് എനിക്ക് എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് നേടണം എന്നെനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ കോളേജിൽ വന്നിട്ട് ഇവിടുന്ന് പാസ് ഔട്ട് പോകുന്നതിന് മുന്നേ എന്തെങ്കിലും ഒരു നേട്ടം കോളേജിനോട് കൂടി കൊടുക്കണമെന്ന് അങ്ങനെ ഒരു അതിയായ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പച്ചടി കാട്ടുപാറയിൽ തോമസ് വർക്കി റെജി ദമ്പതികളുടെ മകനാണ് ആൽബിൻ. ഇനിയും മാർഷൽ ആർട്സിൽ ഗിന്നസ് റെക്കോർഡ് കരസ്ഥമാക്കണമെന്നാണ് ആൽബിന്റെ ആഗ്രഹം. ന്യൂസ് 18 ഇടുക്കി.
നമുക്ക് രാവിലെ തുടരുകയാണ്. രാവിലെ ഇടയിലുള്ള ഒരു പ്രത്യേക സെഗ്മെന്റ് നല്ല വാക്ക്, അതിലേക്ക് ഒന്ന് പോകാം.